ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലർക്ക് അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധമാണ്. നമ്മൾ വിചാരിച്ചാൽ അതിനൊന്നും ഒരു അയവും വരാൻ പോകുന്നില്ല. ചിലർക്കാണെങ്കിലോ അന്ധമായ മതവിരോധമാണ്. ഇത് രണ്ടും ഒരു പരിധി വരെ അപകടമാണ്. നമുക്ക് ഏതൊന്നിനെയും അനുകൂലിക്കാം, വിമർശിക്കുകയും ചെയ്യാം. വസ്തുതകൾ ഉണ്ടാകണമെന്ന് മാത്രം. ഇപ്പോൾ അയാളെ നമുക്ക് ഇഷ്ടമില്ല, ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വിമർശിക്കാനിരുന്ന വല്ല അറുമ്പാതവും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ. മോദി വിരോധം ചില ആളുകൾക്കൊരു മാനസിക രോഗമായി മാറിയിട്ടുണ്ട്. മോദി ചെയ്യുന്ന സകലതിനെയും വിമർശിക്കുക. അപ്പം ഞാൻ മതത്തെ വിമർശിക്കുന്ന ആളാണ്, പക്ഷേ മതവിശ്വാസികൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളെയും ഞാൻ അതേ തോതിൽ തന്നെയാണ് കാണുക. ഇപ്പോൾ നമ്മുടെ നന്മമരം കുന്നംപറമ്പിൽ അയാളെ വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കേണ്ടുന്ന സന്ദർഭം എത്തിയപ്പോൾ ആ വർഷയുടെയൊക്കെ വിഷയം വന്ന സമയത്ത് ഗുണ്ടകളെ വിട്ടിട്ട് ആ കൊച്ചിനെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് വിമർശിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഈ കക്ഷിയുടെ പല വീഡിയോകളും എൻ്റെ ഫേസ്ബുക്കിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരു ചെറിയ പൈസയും നൽകിയിട്ടുണ്ട്. നമുക്ക് ലക്ഷങ്ങളും കോടികളൊന്നും നൽകാനില്ല. പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് അതെൻ്റെ കടമയാണ് എന്ന നിലയിലാണ് ചെയ്തത്. വിമർശിക്കേണ്ടി വന്നപ്പോൾ വിമർശിച്ചു. വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് കുറേ മുസ്ലിം ചെറുപ്പക്കാർ കൂടി ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ആളുകൾ, അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, പല നാടുകളിൽ നിന്നും വരുന്ന ആളുകൾ, മാധ്യമ പ്രവർത്തകർ, ഇവർക്കൊക്കെ ഭക്ഷണവും വെള്ളവും കിട്ടണമല്ലോ. എന്നാലല്ലേ അവർക്ക് തരാതരം അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മളുടെ മുമ്പിലേക്ക് വാർത്തകൾ എത്തിക്കാനും, അതുപോലെ ഈ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വെളിച്ചമായും പ്രതീക്ഷയായും ഒക്കെ തുടരണമെങ്കിൽ അതൊക്കെ വേണം. അപ്പോൾ പിന്നീട് സന്നദ്ധ പ്രവർത്തകരുടെ സേവനമൊന്നും നമുക്ക് വേണ്ട, ഇവിടെ നിങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിനെ വിമർശിച്ചപ്പോൾ നമ്മൾ ഏതൊന്നിനെയും നഖശിഖാന്തം എതിർക്കുക എന്നത് മാനസിക രോഗമാണ്. ഒരാൾ ചെയ്യുന്നതിൽ നല്ലതും ഉണ്ടാകും, ചീത്തയും ഉണ്ടാകും. നല്ലതിനെ നല്ലതെന്ന് പറയാനും ചീത്തയെ ചീത്തയെന്ന് പറയാനും കഴിയണം. ഇസ്ലാം എന്ന മതത്തിലുള്ള നല്ല വശങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ എല്ലാ മത പുരോഹിതന്മാരും ഇതിൻ്റെ നല്ല വശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചീത്തയായ വശങ്ങൾ ആരും പറയുന്നുമില്ല. അപ്പോൾ അത് പറയാൻ നമ്മൾ മുന്നോട്ട് പറഞ്ഞ് നമ്മളെ ഉള്ളത് പറയാം. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അന്ധമായ മോദി വിരോധം ചില മാനസിക രോഗികളെ സൃഷ്ടിക്കുന്നുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില പത്രമാധ്യമങ്ങളെ കുറിച്ചാണ്. മുഖ്യധാര മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും നിഷ്പക്ഷതയിൽ ഊന്നിയുള്ള നിലപാടുകൾ സമൂഹത്തിന് വേണ്ടി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് വലിയ വായിൽ അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ, അവരുടെ നിലപാടുകൾ ഒട്ടും നിഷ്പക്ഷമല്ല എന്നും മാനേജ്മെന്റിന്റെയും പത്രാധിപരുടെയും രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കുകയും തിരിച്ചൊടിക്കുകയും പൂർണ്ണമായും അസത്യമായ വാർത്തകൾ പോലും പലപ്പോഴും കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് ഇന്ന് വായനക്കാർക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്കും ഒക്കെ കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ പെരുകുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നതും. ആ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് 20 ലക്ഷവും 30 ലക്ഷവും 50 ലക്ഷം വരെയൊക്കെ എത്തുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് ജനങ്ങൾ വിലക്കെടുക്കുന്നില്ല. അവരുടെ മതവും അവരുടെ രാഷ്ട്രീയവും അവരുടെ താല്പര്യങ്ങളും ആ വാർത്തകൾക്കകത്ത് വരുന്നത് കൊണ്ട് തീരെ ജനങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെയാണ്. ഈ വിഷയം നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെയുള്ള വിരോധം അത് ഒരു പരിധി കടന്ന്, അത് തീർച്ചയായിട്ടും ആ വിരോധം വളരെ കൃത്യമായി ഈ മലയാളത്തിലെ ചില മുഖ്യധാര മുത്തശ്ശി പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, അല്ലെങ്കിൽ പാർലമെന്റിൽ വലിയ തോതിലുള്ള വാക്തർക്കങ്ങളും വലിയ ഉജ്ജ്വലമായ പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായ ദിവസങ്ങളാണ് കടന്നുപോയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് പാർലമെന്റിൽ പ്രസംഗിച്ചു. വയനാട് MP ആയ ശേഷം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. മറുവശത്ത് നിന്ന് BJPയുടെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ചെറുപ്പക്കാരായ തേജസ്വി സൂര്യയെ പോലെയുള്ള ആളുടെ കൃത്യമായ വളരെ ഉജ്ജ്വലമായ പ്രസംഗം ഉണ്ടായിരുന്നു. ഇനി BJPയെ മാറ്റിവെച്ചാൽ പോലും, BJP അല്ല LJP, രാംവിലാസ് പാസ്വാന്റെ LJPയുടെ സാംഭവി സിംഗ് എന്ന് പറയുന്ന യുവ MP യുടെ പ്രസംഗം അത്യുജ്വലമായിരുന്നു. വളരെ കൃത്യമായ
കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭരണഘടനയും പിടിച്ചു നടത്തിയ അവകാശവാദങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് സംഭവിയും അതേപോലെ തേജസ്വി സൂര്യ പോലെയുള്ള യുവ MP-മാർ നൽകിയത്. അക്കാര്യം അല്ല സത്യത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അക്കാര്യം ഒന്ന് പറഞ്ഞു പോകേണ്ട അത്യാവശ്യം. കാരണം ഭരണഘടന കൈ പിടിച്ചുകൊണ്ട് ഭരണഘടന ആണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്ന ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഈ ഭരണഘടനയെ കുറിച്ച് തന്നെ ഭരണഘടന വളരെ സേക്രഡ് ആണ്, അത് തിരുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ എത്ര തിരുത്തുകൾ ഈ ഭരണഘടനാ ഭേദഗതികൾ ഇതിൽ നടത്തി, അതിൽ എത്ര എണ്ണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് ഇന്നലെ കൃത്യമായി പാർലമെന്റിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എത്ര ഭരണഘടനാ ഭേദഗതികൾ ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്? ടോട്ടൽ ഇതുവരെ ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുള്ളത്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് 106 എണ്ണമാണെങ്കിൽ അതിൽ 80 എണ്ണവും കോൺഗ്രസിന്റെ ഭരണകാലത്ത് സംഭവിച്ചതാണ്. ബാക്കി 22 എണ്ണമാണ് BJP-യുടെ കാലത്ത് സംഭവിച്ചത്. അതിൽ വെറും 8 ഭരണഘടനാ ഭേദഗതികൾ മാത്രമാണ് മോദി സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തത്. ഈ 8 ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു GST-യുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തേത് വനിതാ ബില്ലായിരുന്നു, അത് വളരെ ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. മൂന്നാമത്തേത് സംസ്ഥാനങ്ങൾക്ക് OBC ലിസ്റ്റിലുള്ള സമുദായങ്ങളെ നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന വളരെ ചരിത്രപരമായ ഒരു മൂന്നാമത്തെ തീരുമാനമായിരുന്നു. അതായത് അത് ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ്. സംസ്ഥാനങ്ങൾക്ക് OBC പട്ടികയിൽ ആരെയൊക്കെ പെടുത്താമെന്ന് നിശ്ചയിക്കാം. പിന്നെ ജഡ്ജിമാരുടെ നിയമനം സംഭവിച്ച് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട്, ഇതിനൊക്കെ അപ്പുറം ബാക്ക്വേർഡ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NCBC എന്ന സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകുന്നതായിരുന്നു. ഇതിൽ എത്ര എണ്ണമാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് എതിരാളികൾ പറഞ്ഞു തരേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സർക്കാരിനെയാണ് ഭരണഘടന പാലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന പോക്കറ്റിൽ വെച്ച് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ, രാജ്യമെമ്പാടും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയ, ഡൽഹിയിലെ 1984 വലിയ ന്യൂനപക്ഷ വേട്ട നടത്തിയ, സിഖ് ന്യൂനപക്ഷ വേട്ട നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇതെല്ലാം പറയുന്നതെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP-യുടെ നേതാക്കന്മാരും ഭരണപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചത്. മറുവശത്താകട്ടെ പ്രിയങ്ക, അതായത് ഈ രാജ്യത്തിന്റെ അടിത്തറയെ ബാധിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ 80ഓളം തവണ മാറ്റിത്തിരുത്തിയ ആളുകൾ ഇപ്പൊ ആ ഭരണഘടനയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. അധികാരത്തിൽ ഇരുന്ന സമയത്ത് ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും ഒരു വിലയും നൽകാത്ത കോൺഗ്രസ് ആണ് ഇന്ന് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് വാചാലരാകുന്നത്. ഇത് തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും വിമർശിച്ചത്. ആവശ്യമില്ലാത്ത പേപ്പർ കെട്ടുകൾ പോലെയായിരുന്നു കോൺഗ്രസിന് ഒരു കാലത്ത് ഭരണഘടന. കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കു വേണ്ടി ഭേദഗതികൾ നടത്തിയെന്നും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചിട്ടാണ് ഭരണഘടന ശക്തമായതെന്നും രാജ്യസഭയിൽ പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെച്ചു. നെഹ്റു, ഇന്ദിര, രാജീവ് ഇവരുടെ സർക്കാരുകൾ കൈക്കൊണ്ട ഏകപക്ഷീയമായ നടപടികൾ എണ്ണിപ്പറഞ്ഞാണ് ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ രാജ്യസഭയിലെ പ്രത്യേക ചർച്ച ധനമന്ത്രി തുടങ്ങിവെച്ചത്. ഒരൊറ്റ കുടുംബത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പലതവണ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. ഭരണഘടനയുടെ ഏറ്റവും വലിയ ചൂഷണമായിരുന്നു അടിയന്തരാവസ്ഥ. സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ഉൾപ്പെടെയുള്ള രചനകളും ഡോക്യുമെന്ററികളും അടക്കം നിരവധി സൃഷ്ടികൾ കോൺഗ്രസ് നിരോധിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പേപ്പർ കെട്ട് പോലെ ഭരണഘടനയെ പരിഗണിച്ച ചരിത്രം മറന്നുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കള് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം ഉണ്ടായിട്ടും വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറായില്ല. കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്നടിയുകയാണ് ചെയ്തത്. അതിന്റെ ഫലം ഇന്നും രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രമന്ത്രി കൃത്യമായ രൂപത്തിൽ കുറിക്കുകൊള്ളുന്ന വാചകങ്ങളോടുകൂടി മർമ്മപ്രധാനമായി തൊടുത്തുവിട്ടു. ജനക്ഷേമ പദ്ധതികളിൽ അഴിമതിയില്ലാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകാൻ മോദി സർക്കാരിന് സാധിച്ചു. എല്ലാ മേഖലകളിലും രാജ്യം പുതിയ യാത്രയിലാണെന്നും ധനമന്ത്രി സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടിയും നൽകി. രാജ്യസഭയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മറുപടി പ്രസംഗം നടത്തുക. നന്ദി.